നമസ്കാരം, കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കടയ്ക്കലിൽ മോഷ്ടിച്ച സ്കൂട്ടിയിലെത്തിയ രണ്ടംഗ സംഘം സ്റ്റേഷനറി കടയുടെ ഗ്ലാസ് അടിച്ചു തകർത്തു. 2 മൊബൈൽ ഫോണും പൈസയും കവർന്നു. തുടർന്ന് കടയ്ക്കലിൽ നിന്നും 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം സ്വദേശികളായ ആദർശ്, യദുകൃഷ്ണൻ എന്നിവരാണ് കടയ്ക്കൽ പോലീസിന്റെ പിടിയിലായത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ കടയുടമ പാങ്ങലുകാട് VVK സ്റ്റോർ നടത്തുന്ന ഫസലുദ്ദീൻ കടയുടെ മുൻവശം ഷട്ടറിട്ട് സമീപത്തുള്ള വീട്ടിലേക്ക് പോയി. തുടർന്നാണ് സ്കൂട്ടിയിലെത്തിയ 2 പേർ കടയുടെ സൈഡിലെ ഗ്ലാസ് കൈകൊണ്ട് ഇടിച്ചു പൊട്ടിച്ച് കടയ്ക്കുള്ളിലുണ്ടായിരുന്ന 2 ഫോണുകളും 1500 രൂപയും കടന്നു കളഞ്ഞത്. തുടർന്ന് കടയുടമ എത്തുമ്പോൾ സമീപത്തുള്ള വീട്ടിലെ സ്ത്രീകൾ വിവരം പറയുകയായിരുന്നു. കൈക്ക് പരിക്ക് പറ്റിയ ഇരുവരും തേടി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിയെന്നറിഞ്ഞ കടയുടമ പോലീസിനെ വിവരം അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ കടയടച്ച് വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാനും കുളിക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു സൗണ്ട് കേട്ട്. അപ്പോൾ ഈ റോഡിൽ വണ്ടികൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു സൗണ്ട്, റോഡ് രണ്ടാമതൊരു ടാർ ചെയ്തേക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കയറ്ററൊക്കെ ഉള്ളതുകൊണ്ട് ആ സൗണ്ടാണെന്ന് കരുതിയിരുന്നു. അങ്ങനെ വീട്ടിനകത്ത് നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കടയുടെ വെളിയിലേക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിച്ച് കിടക്കുന്നതിൻ്റെ സൈഡിൽ ഒരു പൊതി കിടക്കുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ ചോറ് തന്നിട്ട് പാത്രം കൊണ്ട് വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയെന്നുണ്ടോ നോക്കുമ്പോൾ കടയ്ക്കകത്തിരുന്ന ഒരു ഷാള് പൊതിഞ്ഞിരിക്കുന്ന ഒരു പൊതിയാണ് കിടക്കുന്നത്. അപ്പോൾ കൊണ്ട് അതിൻ്റെ അടുത്തുള്ള ഗ്ലാസ് ഡോറ് പൊളിച്ച് കിടക്കുന്ന അതിലൊക്കെ ചോരയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കടയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു വീട്ടിലെ സ്ത്രീകൾ ഇറങ്ങി വന്ന് അവരും ഈ സൗണ്ട് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് വെളിയിൽ വന്നപ്പോൾ 2 അവന്മാർ സ്കൂട്ടറിൽ കയറി പോകുന്നതാണ് കണ്ടത്. സംബന്ധമായി നമ്മൾ ബന്ധപ്പെടുന്നവന്മാർ കൈ മുറിഞ്ഞതിൻ്റെ പേരിൽ കടയ്ക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ കയറി ചികിത്സിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അവിടെയായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും അവിടെ നിന്നുള്ള ന്യൂസ് അനുസരിച്ചമാരാണ് അതിൻ്റെ എളിഹകൾ പറഞ്ഞെടുക്കും. അവർ അങ്ങനെയുള്ള പാർട്ടികൾ തന്നെ പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നിന്ന് മക്കളെയൊക്കെ അയച്ച് അവിടെ ചെന്ന് അവർ നോക്കിയിട്ട് അപ്പോഴും തന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്ത് അവിടെ നിന്ന് പോലീസ് വന്നവന്മാരെ അറസ്റ്റ് ചെയ്ത് കടയ്ക്കൽ സ്റ്റേഷനിലാണ് ഉള്ളത്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെത്തിയ പോലീസിനെ ഇരുവരും ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച ഇരുവരുടെയും കയ്യിൽ നിന്ന് പോലീസ് ഫോണും പൈസയും കണ്ടെടുത്തു. ലഹരിക്ക് അടിമപ്പെട്ട് അക്രമാസക്തരാണ് ഇരുവരും. കടയുടമയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തിനാണ് കാനഡ വീഡിയോ എടുത്താലും എന്തിനെടുത്താലും ബ്രോ എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ ഫോണൊന്നും ഞാൻ എടുത്തിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിവിടെ വന്നതൊക്കെ നമ്മളിവിടെ ഇടേ വാടാ എന്തിനാണ് കാര്യങ്ങൾ ചോദിക്കാണ്ട് കേട്ടോ, കഴിഞ്ഞിട്ട് പോവാം. നിങ്ങൾ സംസാരിക്കണ്ട, ഒന്നിട്ട് കാര്യം ചോദിക്കണ്ട. നമുക്ക് അങ്ങോട്ട് പോയി ഒരു പ്രശ്നമില്ല. നമ്മളൊരു കട ഉണ്ടായിരുന്നു, ആരൊക്കെ കേറി എന്തിരൊക്കെ എടുത്തോണ്ട് പോയിന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോ നിങ്ങളെ കൈമുറി അങ്ങനെ തിരക്കാൻ വന്നേ ഉള്ളു. അല്ലാതെ കൈമുറി വേറൊന്നുമില്ല. എന്റെ കൈമുറി ഞാൻ പണി സൈറ്റിൽ നിന്ന് മുറിഞ്ഞത്. എന്റെ കൈ ഇപ്പൊ പറഞ്ഞ വലിയ മറ്റേ ഗ്ലാസ് കയറിക്കൊണ്ട് വണ്ടി വീണ് അതല്ലേ, വണ്ടി വീണ് ഗ്ലാസ് കൈ പോത്ത്. ഓക്കെ അതെ, അത്രേ ഉള്ളു തന്നെ. അപ്പൊ എന്തിനാണ് ഇപ്പൊ ചെയ്യാറുള്ളത്? ചെയ്യണ്ട, വിളിച്ചു അടുത്താക്കൂ മുഖത്ത് നോക്കടാ, വിളിക്കാൻ പറ. പിന്നെ ഇതൊക്കെ പോലീസുകാരാണ്. എടാ നമ്മളെ പോലീസ് എന്നല്ല, നമ്മളെ പോലീസ് 3 സ്റ്റാർ ഉണ്ട്. വിളി തുടങ്ങിയ വിളിച്ചോ അടങ്ങടാ വിളി 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 സാറേ, വിളി വിളി സാറേ, വിളിച്ചോ കടയിൽ കയറി മോട്ടിച്ചത് ഇതിവിടെ ഇല്ല. നിന്റെ കാല വണ്ടി എടുത്താടാ. അല്ല വണ്ടി എടുത്താ, എന്തിന്റെ എടുത്താ? നാളെ നിന്റെ ആരും എന്തിനെടുത്താ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ സീൻ കാണിക്കണം? എന്തിനെടുത്ത്? സംസാരം വേണ്ട, ചുമ്മാ ഇപ്പൊ അങ്ങനെ ഒരു 14 ദിവസം, മനസ്സിലായില്ലേ? കേട്ടാ, 14 ദിവസം കൂടിപ്പോയതിന് 30 ദിവസം. എല്ലാം അറിയാം.
ഇതൊന്നും നടത്തില്ല ബ്രോ. എന്റെ കൈ മുറിഞ്ഞോണ്ടാണ് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കയറിയത്, മനസ്സിലായല്ലേ? കുളത്തൂപ്പുഴ ഞാൻ തിരുവനന്തപുരം ചുള്ളക്കകത്തുള്ളതാണ് ഞാൻ. തിരുവനന്തപുരം ചുള്ളക്കകത്തുള്ള കേട്ടറാ. സിനിമ ഡയലോഗ് സാറേ നിങ്ങൾക്ക് ഇടിക്കാം, ഇടിച്ചോ നിങ്ങൾക്ക് നമ്മളെ ഇടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഓമ്മാരെ കൊണ്ട് ഇടിപ്പിക്കാൻ നിക്കല്ലേ കേട്ടാ. നിങ്ങൾ ഇടിച്ചോ, അപ്പനെ ഇടിച്ചോ. ഇറക്കി വെക്കണോ? ഇറക്കി വെക്കട്ടാ. നിങ്ങൾ ഇടിച്ചോ സാറേ? ഇടിച്ചോ, നിങ്ങൾ ഇടിച്ചോ, വേറെ ഒന്നുമില്ല. നിങ്ങളിവിടെ കൊണ്ടുപോയ നേരെ ഊളം പറയല കൊണ്ടിടണോ സാറേ? അത് വേറെ മൂട്. അത് വേറെ മൂട്. എന്റെ അനിയന് വയ്യാത്തോണ്ട് അവൻ കിടന്ന് കാണിക്കണത്, അവന്റെ കൂടെ ഞാൻ നിക്കണതേ ഉള്ളൂ. കാണിച്ചു അത് വീഡിയോ ഓഫ് ചെയ്യാൻ പറയാ. വീഡിയോ ഓഫ് ചെയ്യാൻ മതി 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 കിട്ടി, എല്ലാം കിട്ടി. മതി മതി കോടതി കൊണ്ടു. പ്രീതറാണ് എന്റെ വക്കീല്. എന്തിനാടേ വീഡിയോ ഓഫ് ചെയ്യടാ? നീയൊക്കെ ഇത്ര നേരം കാണിച്ചില്ലേ? നീയൊക്കെ നാട്ടിക്കാരെ എന്റെ പിള്ളേരെ എന്തിനാ കാണിച്ചോ? കൊച്ചു പെമ്പിള്ളേരെ ബോസ്കോ കേസ് നീ കാണിച്ച. നിനക്ക് തരണുണ്ട്, മനസ്സിലായ? ജയിലിക്കാർക്ക് ഇറങ്ങിട്ട് വരട്ട്. വെയിറ്റ് തരാം ചേട്ടാ, തരാം. ഞാൻ മൂലത്തെ അടിച്ച് തരാം. അവന്മാരെന്താ എന്റെ തോണ്ടി കാണിച്ച് എന്റെ പിള്ളേരെ കൊച്ചു പെമ്പിള്ളേരെ അവന്മാരെ സ്നേഹിക്കണെന്തിരി കൊണ്ടുപോയിക്കണത്. അതുകൊണ്ട് ഞാൻ കാണിച്ചിപ്പം, മനസ്സിലായോ? അവന്മാരെന്റെ കൊച്ചു പെമ്പിള്ളേരെ സ്നേഹിച്ച് സ്നേഹിച്ച് അവന്മാരെ കൊണ്ടൊരു ഭാഗം കൊണ്ട് അടിക്കുന്നത്. അവിടെ കാണിച്ചു തെറ്റുണ്ടോ? അടിക്കണല്ല, അമ്മരെ വീട്ടുകാരെ മാടിക്കണ ഭാഗ്യം, മനസ്സിലായോ? ഗുണ്ടാക്കിട്ട് കാര്യമില്ല. സിപി തന്നെ സിപി സാറ് സിപി പോയില്ല കണ്ടാ സെൻട്രൽ ജയില്. ആണ് എനിക്കും അവനും പറ്റിയതല്ല. അഞ്ചൂര് കോടതി നിങ്ങൾ ഹാജരാക്കണം. അഞ്ചൂര് കോടതി. ചന്തമുണ്ട്. നീ ഇവിടെ എല്ലാം കണ്ടിട്ടുള്ളു, കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ടാ? നീ നമ്മളെ കൊണ്ടുപോയ മേലെ 3 സ്റ്റാറാക്കി മാറണം. മര്യാദ കാണിച്ചാട്ടോ. എന്തിനാണ്? വേറൊന്നുമില്ല, വണ്ടി ഇടിച്ച എന്തിനാണ്? പൈസ അല്ല, എന്തിനാണ്? എന്റെ കഞ്ചാവും പറയുന്നത് ഞാൻ വലിക്കണ വേനൊന്നുമല്ല, മനസ്സിലായോ? ഡാക്കു എത്ര ഉണ്ട് നമുക്ക് അതിനുള്ള അനുസരിച്ച് ഫുഡ് വാങ്ങിച്ചു തന്നെ. ഫുഡ് ഡാക്കു കോടതി പറയാനുള്ളതാണ് 850 രൂപ കേട്ടല്ലേ? 850 രൂപ ഫുഡ്, അത് നമുക്ക് കിട്ടണം. അതെ, എത്ര അറച്ച 13ാമത്തെ വയസ്സിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയാണ്, മനസ്സിലായ? എന്തൊരു ഗ്യാസ്? 2 കൊല ഗ്യാസ് ഉണ്ട്. 302 302 കൊല ഗ്യാസ് ഉണ്ട്. അവനാണ്ട് 302 ഗ്യാസ് അവന്. ഇപ്പൊ 2ാമത്തെ ഗ്യാസ് ചെയ്യാൻ പോകും, മനസ്സിലായോ മക്കളെ? 850 രൂപ ഉണ്ട്. ഈ പുതിയ മോമാരെ നമുക്ക് ഫുഡ് വാങ്ങിച്ചു തന്നില്ലേ? കോടതി പറയാനുള്ള പൈസ ഫുഡും പറയാന്ന് കഴിക്കില്ലല്ലോ. ഫുഡും പറയാൻ കഴിക്കില്ല, നമ്മ വീഡിയോ സൈറ്റ് വാങ്ങിച്ചു തന്നാൽ. ഇതാ വെച്ചോ വെച്ചോ. വേടാ വേടാ പൈസ വേടാ. ഏയ് വെക്കൂ. സെല്ലിനകത്ത് കൊണ്ടിട്ട് ഇടിക്കാനുള്ള എനിക്ക് ഇടിക്കിട്ട്. നിങ്ങളാണിപ്പോ പിടിച്ച. അപ്പൊ നമുക്ക് പോവാമോ? പിന്നെ സാറങ്ങൾ എങ്ങനെയാണിങ്ങനെ സാറാ പിടി സാറാ? നമ്മളെ പോകത്ത് നിങ്ങളെ കസ്റ്റഡിയിലാണ് നമ്മളെ കയ്യില് പൈസ ആയാലും ഒരു ബീഡി തുണ്ടുപോലും വെക്കാൻ പറ്റൂല, മനസ്സിലായോ? വെച്ചോ. നീയാ പോലീസ്? നീയാടാ പോലീസ്? അബി പിടി